ഇത് എപ്പീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫൊക്കെ കുറച്ച് നല്ല വൈറ്റും ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ആണ് ഹവോർത്തിയ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പ്ലാന്റ് പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ പക്ക റിയൽ പ്ലാന്റ് ആണ്. ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ആട്ടോ അതൊക്കെ. ഇതൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ലെമൺ ആണോ? അത് ചൈനീസ് മൊസംബി എന്ന് പറയുന്ന ഫ്രൂട്ട് ആണ്. മറ്റും ബോഗൻവില്ലാസിന്റെ ഒക്കെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടതാ. ഓറഞ്ച് ബോഗൻവില്ല, അരേലിയ. അതെ അതെ. ഇതൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെ നമുക്ക് കാണാറുണ്ട്, ബോൾസ് ഒക്കെ ആക്കിയിട്ട്. ഇതിന്റെ മിനിയേച്ചേഴ്സും ഉണ്ട് അല്ലേ? 50 റുപ്പീസ് ഉള്ള പ്ലാന്റ്സും ഉണ്ട്. നിങ്ങൾ വലുതാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലാന്റ്സും അവൈലബിൾ ആണ്. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടാണിത്. ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് 1 മണിക്കൂറിനൊക്കെ എന്ത് പുളിയുള്ള കഴിച്ചാലും മധുരമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ? അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു സംഭവം, രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിലേക്ക് പിന്നെ നമുക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല അല്ലേ? അല്ല, പുളിയുള്ളത് കഴിച്ചാലും, പുളിയുള്ളപ്പം മാങ്ങ, ചെറുനാരങ്ങ ഒക്കെ കഴിച്ചാലും മധുരമായിരിക്കും. ഓക്കെ, ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇതിന് 150. കായ്ക്കാനായ പ്ലാന്റ് ആണ്, പൂവുള്ള പ്ലാന്റ് ആണ്. പിന്നെ ചെറുനാരങ്ങ ഉണ്ടല്ലേ? ചെറുനാരങ്ങന്റെ വെറൈറ്റീസും ഉണ്ട് ഇവിടെ. സപ്പോർട്ടാണ് അത്, മിലിറ്ററി സപ്പോർട്ട. ഇതാണ് മിലിറ്ററി സപ്പോർട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി. മിലിറ്ററി സപ്പോർട്ട എന്താ ഈ മിലിറ്ററി സപ്പോർട്ട എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ആ ഒരു ലീഫിന്റെയും അതിന്റെ സപ്പോർട്ടിന്റെ കളറും ടേസ്റ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? എങ്ങനെ കുറച്ച് വലിപ്പമുള്ള സപ്പോർട്ടാണോ? വലിപ്പം നോർമൽ ആ ഒരു സൈസാണ് വരിക, പക്ഷേ തേനിന്റെ നല്ല ടേസ്റ്റ് വരും. ആണല്ലേ? അതിന്റെ കെയറിംഗ് ഒക്കെ ഇങ്ങനെ നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. നല്ല വെയിൽ വേണം. ഓക്കെ, ഈ നല്ല വെയിലുള്ള പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ ടെറസിൽ വെക്കുന്നത് എന്തുകൊണ്ടും ഭയങ്കര നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എനിക്ക് അനുഭവമുള്ള സാധനമാണ്. നല്ല വെയിലുള്ളതൊക്കെ ടെറസിൽ കൊണ്ടുവെക്കും, അപ്പോൾ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് വേറെ ഏതാ പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റ്സ് ഉള്ളത്? ഫ്രൂട്ട്സ് ബാക്കിലേക്ക് വരുന്നുണ്ട്. ബാക്കിലേക്ക് ഉണ്ട്, ഇടാൻ പറ്റില്ലേ? ഇതാണ് ആ സപ്പോർട്ടിന്റെ വലുത് കേട്ടോ. ഇതാണ് നമ്മൾ കണ്ട മിലിറ്ററി സപ്പോർട്ടിന്റെ വലുത്. കായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡ്രാഗൺ ഫ്രൂട്ട് ആണോ ഇത്? ഓക്കെ, ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? അത് 100 രൂപയാവുള്ളൂ. ജസ്റ്റ് 100 റുപ്പീസ് ഉള്ളൂ. യെല്ലോ വരും, യെല്ലോ 150 ഓറഞ്ച് വരുന്നതാണ്, വലുതായിരിക്കും. ഓ, ഡ്രാഗൺ ഫ്രൂട്ട് യെല്ലോ കളറും ഉണ്ടോ? ഓ, യെല്ലോ, വൈറ്റും പേർപ്പിളും അല്ലേ? ഓ, യെല്ലോ കളറും ഉണ്ട്. അത് എനിക്ക് ഫസ്റ്റ് ടൈം ആണ്. പേർപ്പിൾ ഉണ്ടല്ലേ? ഇത് യെല്ലോ വെറൈറ്റി ആണ്. യെല്ലോ വെറൈറ്റി ആണ്. ഇനി ഇതൊക്കെ ഏതാ പ്ലാന്റ്? ലെമൺ ആണോ? ചെറുനാരങ്ങന്റെ പ്ലാന്റ് ആണ്. സീഡ് ഫ്രീ ആണ്, കുരുല്ലാത്ത ടൈപ്പ്. സീഡ് ഫ്രീ. ഓക്കെ. ചെറിയ പ്ലാന്റ്. ഇതിനൊക്കെ മിനിയേച്ചർ വേർഷൻസും ഉണ്ടല്ലേ? ഓക്കെ, ഇതിനൊക്കെ എത്ര പ്രൈസ് വരുന്നത്? ഇത് 2 ആ റേഞ്ച് വരും. അതെ. എന്തായാലും ഫ്രൂട്ട് ഉണ്ടാവുന്ന ഉറപ്പാ. അത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. കായ്ച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ തന്നെ വലുതുണ്ട്. വലുതുണ്ടോ? വലുത് നോക്കാം. അവിടെയൊക്കെ നല്ല ഭംഗിയിൽ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? അതിന് 850 ആ റേഞ്ച് ഒക്കെ വരുന്നത്. 850 റേഞ്ചിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ഗാർഡൻ പോലത്തെ ഏരിയയിൽ കൊണ്ടുവച്ച് നല്ല രസമുണ്ടാവും. നല്ല ബുഷായിട്ട് വളരും ചെയ്യും. ഓക്കെ, ഇത് ഞാൻ ഒരുപാട് കണ്ട പ്ലാന്റ് ആണ്. ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? പ്രൈസ് 450. 450 അല്ലേ? ഇതിന്റെ മിനിയേച്ചർ വേർഷൻസ് ഉണ്ടോ? അതിന്റെ ചെറുത് സ്റ്റോക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ എത്ര റേഞ്ചിലേക്ക് വരാം? അത് ചെറിയ പ്രൈസ് 200, 150 ആ റേഞ്ച് വരും. ഇതിന്റെ പേര് ദേവദാരു എന്നാണ്. ദേവദാരു. ഓക്കെ, വളരെ കോമൺ ആയിട്ട് നമ്മൾ ഗാർഡനിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ് ആണത്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന പ്ലാന്റ് ആണ്. ഇതേതാ പ്ലാന്റ്? അത് യുജീനിയന്റെ വേറെ വെറൈറ്റി ആണ്. ലീവ്സിന് വ്യത്യാസം ഉണ്ടാവും. ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്യാണ്.
എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ പാക്ക് ചെയ്ത് ഇവിടെ തന്നെ ചെയ്യാണ്. ഇത് ബോഗൻവില്ലാസ് അല്ലേ? ബോഗൻവില്ലാസ് ആണിത്. ഇതിന്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടാവും കേട്ടോ. ലീഫിന് കളർ വരുന്നത് വേറെ, ഡബിൾ കളർ, വെരിക്കേറ്റഡ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ സെയിം കളർ ആണോ? പിങ്ക് ആയിട്ട് തന്നെയാണോ? പിങ്ക്, പിന്നെ ഡബിൾ കളർ ഉണ്ടാവും, പിങ്കും വൈറ്റും വരുന്ന ഒന്ന് തന്നെ. അതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇത് 250 ആണ് വരാം. 250 അല്ലേ? മിക്സ്ഡ് ആയിട്ടുള്ളതോ? മിക്സ്ഡ് ആയിട്ടുള്ളത് 250 തന്നെ വരാം. പിന്നെ ഇനി 80 മുതൽ സ്റ്റാർട്ടിങ്ങും വരും കേട്ടോ. 80 മുതൽ സ്റ്റാർട്ടിങ്. ഇങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? അത് 950 ആ റേഞ്ചാണ് വരിക. അതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റും വരും, 50 മുതൽ സ്റ്റാർട്ടിങ് വരും. പിന്നെ ഫ്രൂട്ട്സിൻ്റെ മറ്റേ ചെറുനാരങ്ങൻ്റെ സീഡ്സ് അവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. കായ് പിടിച്ചത് തന്നെ ഉണ്ട്. ഇത് നമ്മൾ അവിടെ നേരത്തെ കണ്ട പ്ലാന്റിൻ്റെ ഷേപ്പാക്കി വെച്ചു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബോഗൻവില്ലാസിൻ്റെ ഒക്കെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടതാണ്. നല്ല ഭംഗിയിൽ ഉണ്ടായിട്ടുള്ള ബോഗൻവില്ലാസ് ആണ്. ഇത് പേർപ്പിൾ വെറൈറ്റി ആണ്. ഒത്തിരി കളക്ഷൻസ് ഉള്ള ഒരു ഗാർഡനാണിത്. ഞാൻ മിക്ക സമയത്തും ഇവിടുന്ന് ഒരുപാട് പ്ലാന്റ്സ് വാങ്ങാറുണ്ട്. ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് ഞാൻ. നമുക്കവിടെ കായ്ച്ച് നിൽക്കുന്ന ഓറഞ്ച് കാണാം. ഓറഞ്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയിൽ കായ്ച്ച് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ ബൊക്ക എന്ന് പറയുന്ന പ്ലാന്റ് ആണ്, പടർത്താനൊക്കെ പറ്റിയ. ഇതൊക്കെ ബോൺസായി വെറൈറ്റീസ് അല്ലേ? ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇത് 350. ഫ്ലവറിംഗ് ചെയ്യുമോ? അതാ ഫ്ലവറിംഗ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. 300 സംതിങ് ആണ്. ഇത് വൈറ്റ് അവിടെ കണ്ടതിന്റെ ഒരു മിനിയേച്ചർ ആണ്. ഇത് പൂന വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി. ലീവ്സിനും എല്ലാത്തിനും വ്യത്യാസം വരും ഫ്ലവറിന്. ഇത് വേറൊരു വെറൈറ്റി ആണ്. ഇനി നമ്മൾ കണ്ട ബുഷ് ഓറഞ്ച് ഇല്ലേ ഫ്രണ്ടിൽ കണ്ട, അതിന്റെ തന്നെ സ്വീറ്റ് ഉണ്ടാവും കേട്ടോ, മധുരം വരുന്നല്ലേ? ഇതൊക്കെ സ്വീറ്റ് ബുഷ് ഓറഞ്ചിന്റെ ആണ്. ബുഷ് ഓറഞ്ചിന്റെ വെറൈറ്റി ആണ് അതിന്റെ മധുരം വരുന്ന വെറൈറ്റി. ഇതൊക്കെ നമ്മളവിടെ കണ്ട ചൈന ഡോളിന്റെ ചെറിയ പ്ലാന്റ്സ്. ഇത് ഏത് സപ്പോർട്ടാ? ഇത് ബനാന സപ്പോർട്ട എന്ന് പറയുന്ന ടൈപ്പാണ്. ഇത് ബനാന സപ്പോർട്ട. ഇതിനേക്കാൾ വലുപ്പം വെക്കുമോ? കുറച്ചുകൂടി വലുപ്പം വരും. നിങ്ങൾക്ക് എത്ര പ്രൈസ് വരുന്നത്? ഇത് 550 റേഞ്ച് ആവുള്ളൂ. ബനാന സപ്പോർട്ടാണ് കഴിച്ചത്. സ്ട്രോബെറീസും ഇവിടെ ഉണ്ട്. സ്ട്രോബെറി വെറൈറ്റീസും ഉണ്ട്. സ്ട്രോബെറി ഒക്കെ ഇവിടെ വളരുന്നതാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? അത് 120 ആ റേഞ്ച് ആണ് വരുന്നത്. 120 ആണ് സ്ട്രോബെറി തൈകളുടെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ കായ്ച്ച് നിൽക്കുന്ന നാരങ്ങൊക്കെ ഉണ്ട്. കുറച്ച് നല്ല വലിപ്പമുള്ള നാരങ്ങൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഈ കായ്ച്ച് നിൽക്കുന്ന ഇതൊക്കെ അത് 350 ആ റേഞ്ച് ആണ് വരിക. 350 റേഞ്ചിലുള്ളതൊക്കെയാണിത്. ഇത് ലെമൺ ആണ്. ഈ ബുഷ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അതിന്റെ ഇപ്പം ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ഇത് 350 വരുന്നതാണ്. ഇതിന്റെ തന്നെ ചെറുതുണ്ട് 100 രൂപ വരുന്ന. അതിപ്പോ തന്നെ കായ്ക്കും കേട്ടോ, പൂവൊക്കെ ഉള്ളതാണ്. ഇതാണോ? പ്ലാന്റ്സ്. അത് ബുഷ് ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ പറഞ്ഞ വെറൈറ്റി ബുഷ് ഓറഞ്ചിന്റെ വെറൈറ്റിയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു വെറൈറ്റിയാണ്. നിങ്ങൾ കായ്ച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. അതിനൊക്കെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? അത് വലുതിന് 2800 വരും. 100 മുതൽ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കായ്ക്കാനായത് പൂവുള്ള നല്ല കായ്ച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണത്. 2800 ആണ് പ്രൈസ് വരുന്നത്. ഇവിടെ സപ്പോർട്ട് വെറൈറ്റീസും കാണാം. ഇതൊക്കെ സപ്പോർട്ടിന്റെ കായ്ച്ച് നിൽക്കുന്നതാണ്. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത്? അത് 350 ആവുള്ളൂ. ഈ സപ്പോർട്ടിന്റെ ആണോ? സപ്പോർട്ടൊക്കെ കഴിച്ച് വെറും 350 ആണ് വരുന്നത്.
കാഴ്ച നിൽക്കുന്നുണ്ട്. വൈറ്റ് മൾബറി എന്ന് പറയുന്ന ടൈപ്പാണ്. മൾബറി വെറൈറ്റി ആണ് ഒരു ടൈപ്പിൽ വരുന്നതാണ്. ഇന്ന് സീസൺ ഉണ്ടോ അതോ? ഇല്ല, അത് കാഴ്ചകൊണ്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. ഇപ്പൊ തന്നെ കാഴ്ചകൊണ്ട് മൾബറി വെറൈറ്റി ആണ്. ഇതിനൊക്കെ റേറ്റ് എങ്ങനെ വരുന്നത്? അത് 350 റേഞ്ചാണ് വരുന്നത്. ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? അത് 450 ആ റേഞ്ചേ വരുള്ളൂ. റുമാമ്പഴം വെറൈറ്റിയാണ്. പിന്നെ പല ടൈപ്പ് പ്ലാവ് ഉണ്ടാവും. സിദ്ധു ഇതെന്ന് വെച്ചാൽ റെഡ് കളറിൽ വരുന്നതാണ്. ഉള്ളിൽ ഫുള്ള് റെഡ് ആയിരിക്കും. ഫുള്ള് റെഡ് ആയിരിക്കും. പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് 450 ആണ് വരും. 450 ആണ്. ഇതൊക്കെ നല്ല രസത്തിലുള്ള ഒരു ഇൻഡോർ പ്ലാന്റ്. അതിന്റെ ലീഫിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് കുറച്ചുകൂടി ലീഫ് ആയിട്ട് വരും. അതാ എൻഡിൽ ഇങ്ങനെ ആയിട്ടും വരും. ഇത് അതിനൊരു മിനിയേച്ചറാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു ലീഫായിട്ടും ഇത് വരും. ഇതിന്റെ പേര് എന്തായിരുന്നു പറഞ്ഞത്? ഇതിന്റെ പേര് ചൈന ഡോൾ. ചൈന ഡോൾ. ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിലൊക്കെ തിളങ്ങി നിൽക്കും. ഒരു പ്ലാസ്റ്റിക് ലീഫ് പോലെ ഉണ്ടാവും. ഇതാണ് ചൈന ഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. ഇത് കെയർ ചെയ്യാനും കുറച്ച് സിമ്പിളാണ്. ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. നല്ല പ്ലാന്റ് ആണ്. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അത് 350, ചെറുത് വരും 200, പല വിലയുണ്ട്. പല റേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാർട്ടിങ് 350 ആണ് വരുന്നത്. അത് വലിയ പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റിനൊക്കെ 350 ആണ്. ഓക്കെ, 50 മുതലാണ് ഇവിടെ റേറ്റ് തുടങ്ങുന്നത്. നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇൻഡോർ പ്ലാന്റ്സിന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ്. ഇങ്ങനെയും കുറച്ച് വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കറക്റ്റ് നമ്മുടെ ഈ മരത്തിൻ്റെ ഒക്കെ ഷേപ്പിൽ വരുന്ന പ്ലാന്റിൽ ഇത് സീസി പ്ലാന്റ് ആണ്. സീസി പ്ലാന്റ് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? അത് കുറച്ച് പ്രൈസ് വരും. 200 റേറ്റിലാണ് ഈ പ്ലാന്റ്സ് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നല്ല ഹൈറ്റിൽ നമ്മൾ അവിടെ കണ്ട പ്ലാന്റ് അല്ലേ? കലാത്തിയുടെ പ്ലാന്റ് ആണ്. ഇതൊക്കെ നല്ല ഹൈറ്റിൽ പോണ വെറൈറ്റീസ് ആണ്. നിങ്ങൾ കഴിക്കുന്നത് ലീഫാണെന്ന്, പക്ഷേ ലീഫ് വേറൊരു വെറൈറ്റി ലീഫാണ്. ഇതൊക്കെ മാവല്ലേ? ഇതിന് വെറൈറ്റീസ് ഉണ്ടോ? മൽഗോവ, നീലൻ, പല ടൈപ്പ് നീലനൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇതിന്റെ പൂവിടലൊക്കെ എങ്ങനെയാ? സീസൺ കാര്യങ്ങളൊക്കെ? സീസൺ ഒന്നല്ല, ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന മാവിന്റെ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഒരു വർഷം കൊണ്ട് ഇത് കായ്ക്കും. 2 മാസം കൊണ്ട് കായ്ക്കണുണ്ട് കേട്ടോ. ഓൾ സീസൺ തായ്ലാൻഡ് മാവ് എന്ന് പറയുന്ന മാവാണ്. 2 മാസം കൊണ്ട് കായ്ക്കും. 2 മാസം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റ്സ്. വീട്ടിൽ അത്ര സ്ഥലമില്ലാത്ത ആൾക്കാരാണ് എങ്കിൽ ഇതുപോലത്തെ മാവൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് വളർത്താൻ പറ്റും. വെറും 2 മാസം കൊണ്ട് നമുക്ക് നല്ല മാങ്ങ കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പം ഇവിടുത്തെ വെറൈറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല, ഇനിയുണ്ടോ? ഓക്കെ, ഇതൊക്കെ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഓക്കെ, ഇതിന്റെ കെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? നല്ല സൺലൈറ്റ് വേണോ? സൺലൈറ്റ്, ഓവർ സൺലൈറ്റ് പറ്റൂല. ഒരു മീഡിയം. ഇനി ഇൻഡോർ വേണേൽ ഇൻഡോറും ചെയ്യാൻ പറ്റും. ഇൻഡോർ ചെയ്യാം അല്ലേ? അത് വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റിലുള്ള പ്ലാന്റ് ആണ്. ഇനി ഇത് നോക്കാം. ഇതിന്റെ ലീഫൊക്കെ നമുക്ക് കണ്ടു മനസ്സിലാവും. കുറച്ച് നല്ല വെറൈറ്റീസിലുള്ള ലീഫാണ്. ഇതിന്റെ ചെറുത് വരെ വരും. 250 ആ റേഞ്ച് വരുന്നുണ്ട്. ഇതിനൊക്കെ എത്ര റേറ്റ് വരും? ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എന്നാലും കുറച്ച് നല്ല കെയറിംഗ് അത് അത്യാവശ്യം വേണ്ട പ്ലാന്റ് അല്ലേ? അധികം വെയിലത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല. അതില് വെയിലത്ത് വെക്കാൻ പറ്റില്ല. നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റും. ഇൻഡോർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആണ്. അതൊരു അട്രാക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അതിന്റെ ലീഫ് തന്നെ ഒന്ന് കാണാൻ അറിയാം. നല്ലൊരു ഭംഗിയുള്ള ലീഫാണിത്. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? 450. കലാത്തിയയിൽ പെട്ട വെറൈറ്റിയാണ്. ഇതിന്റെ തന്നെ 250 വരുന്നുണ്ട് കേട്ടോ. സ്മോൾ പ്ലാന്റ്. നമുക്ക് ഇനി കുറച്ച് ബോഗൻവില്ലാസ് കണ്ടാലോ? അങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ബോഗൻവില്ലാസ് ഒക്കെ വീട്ടിൽ നല്ല രസം ഉണ്ടാവും. ഞാൻ അതിൻ്റെ കാണിച്ചു തരാം. ഇതിൽ വൈറ്റ് വെറൈറ്റി ആണിത്. ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് 5 വർഷം പഴക്കമുള്ളതാണ്. 4500 വരാം. 4500. ഓക്കെ, അപ്പൊ അത്രയാണ് ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസ്. ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ് മാത്രമല്ല, ഇവിടെ പലതരത്തിലുള്ള പോട്ടും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉണ്ട്. കൊക്കോപീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതിന്റെ വളങ്ങളും ആണെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ബയോ പവർ, ബയോപവറും ന്യൂട്രീഷൻസ് ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫംഗസൈഡ് വേണമെങ്കിൽ ഫംഗസൈഡ്, ക്രോപ്പ് പ്രൊട്ടക്ട്,
പ്രാണികൾ, എറുമ്പുകൾ ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം പോകും. അപ്ടെക്കിന്റെ കമ്പനി സാധനം. ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? അത് 70 ആ റേഞ്ചാണ് വരിക. ഓക്കെ, നല്ല ക്യൂട്ടായിട്ട്. ഇതൊക്കെ സെയിലിന് വെച്ചാണോ? സെയിലിന് വെച്ചാണോ? സെയിലിന് വെച്ചാൽ. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ കളക്ഷൻസ്. നിങ്ങളിവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇത് വരുന്നത് നമ്മുടെ കാലിക്കറ്റിലാണ്. കാലിക്കറ്റിൽ പന്തീരാങ്കാവ് ഏരിയയിലാണ് ഈ ഒരു ഗാർഡൻ വരുന്നത്. അപ്പം ഇത് എത്ര മണി വരെയൊക്കെ അതിൻ്റെ ഒരു വർക്കിംഗ്? 9 മണി മുതൽ 9 മണി വരെ, രാത്രി 9 മണി വരെ ഉണ്ടാവും. 9 മണി വരെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ? ഓക്കെ, വന്നാൽ മതി, കുറച്ച് എടുക്കും. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.